ഹായ് ഹായ് ഗായ്സ്. രാവിലെ എണീറ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് തല കുളിച്ചു. രാത്രി മേലൊഴിക്കാണ് കിടന്നുറങ്ങിയത്. ബിക്കോസ് ഇന്ന് ആസ് ഐ സെഡ് നമുക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ ആക്ച്വലി വീഡിയോ തിരിച്ചു പിടിച്ചെടുത്താൽ കുറച്ചും കൂടി ഒരു വ്ളോഗ് സ്റ്റൈലാവും. ബട്ട് ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. മാക്സിമം പോയാൽ 5 മിനിറ്റ്. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ എടുക്കാം. അപ്പോൾ നമുക്കൊരു ധാവണിയാണ് ഇടാനുള്ളത്. അതിൻ്റെ കിടപ്പാണ്. അയ്യോ, കിടക്കുന്ന കിടപ്പ് കണ്ട. ബട്ട് എനിക്ക് വലിയ പിടിയില്ലാതെ എങ്ങനെ വാരി കെട്ടി കുത്തി പോകുന്നുള്ളത്. നമുക്കൊരു 9-9:30 ആകുമ്പോഴേക്കും പോകണം. നമുക്കല്ല, എനിക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 8 മണിയായി. എണീറ്റ് ഞാൻ തലേന്ന് കുളിച്ചു. ഞാൻ ഒരാഴ്ചയായിട്ട് വൈറൽ ഫീവറായിട്ട് തലേന്ന് അങ്ങനെ കഴുകിയിട്ടുണ്ടായിരുന്നില്ല. നാളെ ഒന്നും കൂടി ഇനി ഷാമ്പു എണ്ണയൊക്കെ ഇട്ടൊന്ന് വൃത്തിക്ക് കഴുകിയെടുക്കണം. ഇന്ന് ജസ്റ്റ് ഒരു കുളി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി പല്ലേച്ച് റെഡിയായി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ സെറമൊക്കെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ ആ ഒരു ഇനീഷ്യൽ ബ്ലഡ് റഷിൽ നന്നായിട്ട് പ്രൊഡക്റ്റ് അബ്സോർബ് ആവും എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ തന്നെ ആണോ ഇതിൻ്റെ മെക്കാനിസം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പണ്ടൊന്നും എനിക്ക് മുഖത്ത് വലിയ പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ വലിയ പാടുകളും ഇതും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് ഇവിടുത്തെ പൊല്യൂഷനൊക്കെ കാരണം കുറച്ച് കൂടിയതാണെന്ന് തോന്നുന്നുണ്ട്. ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ സാലറി കയറണം, പൈസ ഇല്ല. അങ്ങനെ പട്ടിണിയും ദാരിദ്ര്യവും വീഡിയോയിൽ വന്ന് പറയരുതെന്ന് ഞാൻ പണ്ടേ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഐ ആം വെരി റിച്ച്. ഓക്കെ, അപ്പം ഞാൻ ഈ ഫുഡ് ഞം കഴിച്ചിട്ട് വരാം. എൻ്റെ ലൈഫിലെ മണ്ടത്തരങ്ങൾ മാത്രം ഞാൻ ഒരു സീരീസ് ആയിട്ട് ഇറക്കാൻ പോവാണ്. കഷ്ടപ്പെട്ട് രാവിലെ എണീറ്റ് മുഖം മൊത്തം നിങ്ങൾക്ക് കാണിച്ചെന്ന ആ സെറമൊക്കെ അപ്ലൈ ചെയ്തു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് റെഡി ആവാൻ നോക്കിയ സമയത്ത് പോയിട്ട് മുഖം അങ്ങോട്ട് കഴുകി. ഇനി ഒന്നും കൂടെ സെറം ഇടാം. എന്നെ പോലൊരു ഞാനൊന്നും പറയണില്ല. ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നം. മണ്ടത്തരങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു വർഷം കേട്ടോ, മണ്ടത്തരം മാത്രമേ നടക്കൂ. ഓക്കെ, അപ്പം ദിസ് ഈസ് ഹൗ ഐ ലുക്ക് ഫോർ ദ കല്യാണം. ഞാൻ സ്വന്തമായി കെട്ടി ഒരുങ്ങിയത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ദിസ് ഈസ് നോട്ട് ദ വേ ഐ എക്സ്പെക്റ്റഡ് മീ ടു ലുക്ക്. ഞാൻ നനച്ചത് ഇതായിരുന്നില്ല, പക്ഷെ എനിക്ക് കിടച്ചത് ഈ ഒരു ലുക്കാണ്. ഓക്കെ, സോ വലിയ തിരക്കേടില്ലാതെ നമ്മൾ ഇപ്പോൾ ഒന്ന് കെട്ടി ഒരുങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ ഒരു 10 മിനിറ്റ് കൂടെ കഴിയുമ്പോഴേക്കും നമുക്ക് ഒന്നിച്ച് എല്ലാവർക്കും കൂടെ പോകാനുള്ളൊരു വണ്ടി വരും. എല്ലാവരും പോവും. ഇനി ആ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ നോക്കി എൻ്റെ ഉള്ളിലെ ഇൻട്രോവേർട്ട് വീണ്ടും ഉണരും. അപ്പോൾ അവിടെ പോയിട്ട് വീഡിയോ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഇനി ചെരുപ്പും കൂടെ ഇടണം. ദൈവം എനിക്ക് അറിഞ്ഞ് ഒരു 6 അടി പൊക്കം തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഹീൽസിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി ഞാൻ ചെരുപ്പും വലിച്ച് കയറ്റി പോകാൻ നോക്കട്ടെ. മര്യാദയ്ക്ക് എന്നോട് പറഞ്ഞതാ കല്യാണത്തിന് ഡാൻസ് ചെയ്യാൻ പറഞ്ഞിട്ട്. നമ്മൾ ഗ്രൂപ്പ് ഡാൻസിലൊക്കെ ആഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞതായിരുന്നു ആര്യയുടെ കല്യാണത്തിന്. പിന്നെ എനിക്ക് മടിയാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോയില്ല. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് ഡാൻസൊക്കെ കളിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. പക്ഷേ ഈ ഡാൻസ് കളിക്കാൻ വലിയ കഴിവില്ല ഗൈസ്. എവിടെയോ എന്തോ പൊട്ടി. പിന്നെ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ വലിയ ഒരു കഴിവില്ലാത്തതിനാൽ ഞാനൊരു ചെറിയൊരു മൂക്കുത്തി നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഒരു മൂക്കുത്തിയും പിന്നെ ഒരു സിമ്പിൾ മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബിക്കോസ് ഐ ആം നോട്ട് ദാറ്റ് പ്രോ ഓർ പ്രൊഫഷണൽ. പിന്നെ ഒരു വലിയ കമ്മലും പിന്നെ കൊള്ളാം. ആരെന്ത് പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം എന്നെ കാണാൻ നല്ല ഗ്ലാമറാണെന്ന്. എനിക്ക് ആരും എന്നെ കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കോംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമോ ഇല്ല. ഞാൻ തന്നെ കണ്ണാടി നോക്കിയിട്ട് വാട്ട് എ ബ്യൂട്ടിഫുൾ യു ആർ, എന്ത് ഭംഗിയാണ് നിന്നെ കാണാൻ, നിന്നെപ്പോലൊരു സുന്ദരി ലോകത്തുണ്ടോ എന്നൊക്കെ ഞാൻ തന്നെ എന്നെ പറ്റി വിചാരിക്കാറുണ്ട്. ഐ നോ ഇറ്റ് ഈസ് നോട്ട് ദ ട്രൂത്ത്. പക്ഷേ എനിക്ക് അങ്ങനെ വിശ്വസിക്കാനും അങ്ങനെ പറയാനും സ്വയം വിചാരിച്ച് നടക്കാനും ജീവിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെ തന്നെ ഭയങ്കര ലുക്കാണ്, അടിപൊളിയാണ്, ഗ്ലാമറാണെന്നൊക്കെ വിചാരിച്ച് ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തൊരു പ്രഭ, ഒരു ശോഭ, ഒരു ഗ്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡോണ്ട് യു സീ ദാറ്റ് ഇൻ മൈ ഫേസ്? ഇറ്റ്സ് വിത്തൗട്ട് ഫിൽറ്റേഴ്സ്. യാ, അപ്പം നമുക്കിനി മെല്ലെ നോക്കൂത്തി പോലെ പുറത്ത് പോയിട്ടിനി കാഴ്ചവസ്തുവായിട്ട് വണ്ടിയും കാത്ത് നിൽക്കാം. മുടി ഞാനൊന്ന് കഴുകിയതിൻ്റെയാണ് ഈ കിടന്ന് കാണുന്നത്. സോ ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. എവിടെയോ എന്തോ ഒരു തകരാറ് എനിക്കും തോന്നുന്നുണ്ട്.
പക്ഷേ ഇറ്റ്സ് ഓക്കെ. ആരും ലോകത്ത് പെർഫെക്റ്റ് അല്ലല്ലോ, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണുമല്ലോ. ഞാൻ പിന്നെ ഒരു ജന്മന ഒരു അരപ്പിരി ലൂസാണ്. പിന്നെ എൻ്റെ കോളേജൂടെ കഴിഞ്ഞപ്പോഴേക്കും അതൊരു 1 പിരിയായി. ഇപ്പോൾ ജോലിയും കൂടെ ആയപ്പോഴേക്കും അതൊരു 1.5 പിരിയായിട്ടുണ്ട്. ഇനി കല്യാണം കൂടെ കഴിയുമ്പോഴേക്കും അതൊരു 2.5 പിരിയാവും. പിന്നെ വേറൊരു കോമഡി, എൻ്റെ ലൈഫിൽ അങ്ങനെ കുറേ കോമഡികൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതമേ ഒരു കോമഡി കഥയാക്കി നമുക്ക് ഇറക്കാൻ പറ്റും, അത്രയും കോമഡിയാണ്. അപ്പോൾ ഞാൻ ഓരോ ഏടുകളായിട്ടൊരു സീരീസ് ആയിട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഐ ഡു ദാറ്റ്. പിന്നെ ലിങ്ക്ഡിൻ്റെ ഒരു മോശം സൈഡ് ഞാൻ പറയാം കേട്ടോ. എല്ലാവരും ലിങ്ക്ഡിൻ്റെ നല്ല സൈഡ്, അതായത് ലിങ്ക്ഡിൻ ത്രൂ എങ്ങനെ ജോലി കിട്ടും, ഇതായിരിക്കും കൂടുതലും പറയുന്നുണ്ടാവും. ലിങ്ക്ഡിൻ്റെ ഒരു മോശം സൈഡ് ഞാൻ പറയാം. ആൻഡ് ഇതെൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പെൺകുട്ടികൾ കാണേണ്ട ഒരു വീഡിയോ ആണ്. നമ്മളത് കണ്ടില്ലെങ്കിലും വലിയ പ്രശ്നമില്ല, കാരണം ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഗേൾസിനെയാണ്. ഇപ്പം നമ്മൾ പല കമ്പനീസിലുമുള്ള HR മാനേജർ, ആ പല പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ ലിങ്ക്ഡിൻ ത്രൂ കണക്ട് ചെയ്ത് നമ്മളിങ്ങനെ ഫാനെ നോക്കിയിട്ട് അല്ലെങ്കിൽ കേൾക്കില്ല. ദിസ് ഈസ് ഹൗ മെസ്സി ഐ ആം. ഒന്ന് കറങ്ങി വന്നപ്പോഴേക്കും ഉടലോടെ വീഴ്ത്തിയിട്ടു. നീ നിങ്ങളെ കാര്യമാക്കണ്ട കേട്ടോ, കാരണം ഞാൻ ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ വെറുതെ പോയി കഴിഞ്ഞാൽ ഒരു 10 സാധനം അവിടെ വീഴ്ത്തിയിടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അങ്ങനത്തെ ഒരു ഇതാണ്. ഓക്കെ, അപ്പോൾ ലിങ്ക്ഡിനിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില റെഫറൻസിന് വേണ്ടിയിട്ട് ചില കമ്പനീസിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് മെസ്സേജ് അയക്കുന്നു ചെയ്യുമ്പോൾ പിന്നെ അവർ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ID ചോദിക്കും, പിന്നെ അവർ നമ്മുടെ DP നോക്കും, പിന്നെ വാട്സപ്പ് നമ്പർ ചോദിക്കും, പിന്നെ ഒരു രാത്രി ആയി കഴിഞ്ഞാലുള്ളൊരു മെസ്സേജ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അനാവശ്യമായിട്ടുള്ള വിളികൾ. ബേസിക്കലി അവർക്ക് ജോലി തരാനുള്ള ഉദ്ദേശം കാണില്ല, വേറെ പല ഉദ്ദേശങ്ങളും കാണും. അപ്പോൾ ജസ്റ്റ് ബിവെയർ ഓഫ് ദാറ്റ്. കാരണം ഇങ്ങനെയും ഒരുപാട് ആളുകൾ ഇത്തരം പല കമ്പനീസിലും ഉണ്ട്, ഹൂ എക്സ്പ്ലോയിറ്റ് അല്ലെങ്കിൽ ഇതുപോലെ ജോലിക്ക് വേണ്ടിയിട്ട് റെഫറൽ ചോദിക്കുന്ന പെൺകുട്ടികളെ കൂടുതലായിട്ടും ഇതുപോലെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന, ഫ്ലേർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളും ഉണ്ട്. ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അപ്പോൾ എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കുക. ആർക്ക് മെസ്സേജ് അയച്ചാലും അല്ലെങ്കിൽ ആരായിട്ട് കണക്ട് ചെയ്താലും റെഫറലിൻ്റെ കാര്യം ചോദിച്ചാലും അവരുടെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ അവർ ഏത് രീതിക്കാണ് നിങ്ങളുടെ തിരിച്ച് അപ്രോച്ച് ചെയ്യുന്നത്, സംസാരിക്കുന്നത് എന്നുള്ളത്. പിന്നെ വളരെ ഡെസ്പറേറ്റായി ബെഗ് ചെയ്തുകൊണ്ട് ജോലി ചോദിക്കാതിരിക്കുക. അപ്പോൾ അവർ കുറച്ചും കൂടെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും അതിനെ കാണും. സോ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കാമെന്ന് എനിക്ക് പറയാൻ തോന്നി. അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അത് നിങ്ങളുടെ എന്തെങ്കിലും രീതിയിൽ റോങ് ആയിട്ടോ ബാഡായിട്ടോ ഒരാൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ആ കണക്ഷൻ വിട്ട് ആളെ അങ്ങോട്ട് ലിങ്ക്ഡിനിൽ ബ്ലോക്ക് ചെയ്ത് വെക്കുക. കാരണം അങ്ങനെയൊന്നും ജോലിക്ക് കയറേണ്ട ഒരു ഗതികേടൊന്നും ഇവിടെ ആർക്കും ഇല്ല. ആൻഡ് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ മൊത്തത്തിലുള്ള ഒരു ലുക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ എൻ്റെ ഫേസിൽ അടിച്ചിട്ടുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ അടുത്ത് നമ്മൾ മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ട് പോകുമ്പോൾ തന്നെ അവർ പറയും നമ്മൾ മറ്റേ പുട്ടിയടിച്ചാണ് വരുന്നത്. ഈ പൊട്ടന്മാർക്കാണെങ്കിൽ ബേസിക് ഫൗണ്ടേഷൻ കൺസീലർ തമ്മിലുള്ള ഡിഫറൻസ് പോലും അറിഞ്ഞൂടാ. എന്നിട്ട് വന്നിട്ട് പറയും അവർ മറ്റേ പാത്രം കഴുകണ ഡിഷ് വാഷ് ഇട്ടാണ് മുഖം കഴുകുന്നത്, എന്നിട്ട് നിങ്ങളെക്കാൾ നല്ല ഫേസും ഗ്ലോവും നമുക്കുണ്ട്. നിങ്ങൾ മറ്റേ വീട് പണിയുന്ന പോലെ ഫൗണ്ടേഷൻ, അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ബ്ലഷ്, അതിൻ്റെ മണ്ടയ്ക്ക് മറ്റേ മസ്കാര, ഇങ്ങനെയൊക്കെ ഇട്ടിട്ടും വലിയ കാര്യമില്ല, ഫേക്ക് ബ്യൂട്ടി എന്നൊക്കെ പറയും. ബട്ട് എന്നിട്ട് ഞാൻ അവരെ തിരിച്ച് പ്രാകും, നിങ്ങൾക്ക് അവസാനം ഇത് മാത്രം യൂസ് ചെയ്യുന്ന ഒരു പെണ്ണിനെ തന്നെ ഭാവിയിൽ കിട്ടട്ടെ എന്ന്. അപ്പോൾ അവർക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മുഖത്തടിച്ചിട്ടുള്ള സോക്കോൾഡ് പുട്ടിയിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്ത് ഞാൻ ഏത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്തതെന്ന് പറയാൻ. പിന്നെ ഇത് ഇൻസ്റ്റഗ്രാം അല്ല, എനിക്ക് അങ്ങനെ നിങ്ങളുടെ DM-ലോട്ടേക്ക് ലിങ്കൊന്നും അയച്ചു തരാൻ പറ്റില്ല. സൂൺ ഞാനൊരു ഇൻസ്റ്റ കൂടെ തുടങ്ങുന്നതായിരിക്കും, ഒരു പബ്ലിക് അക്കൗണ്ട്. പക്ഷേ ഇൻസ്റ്റയിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ചമ്മലാണ്. ദേ വുഡ് സേ സംതിങ്. യൂട്യൂബ് ആകുമ്പോൾ പിന്നെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലാതെ അധികം ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ് ഈ വേദന എടുക്കുന്നത്. അധികം ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ കൂടുതലും ഈ വ്ളോഗിങ് പരിപാടികളായിട്ട് തുടങ്ങിയത്. ആൻഡ് ചില സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യാനായിട്ട്. പക്ഷെ ചില സമയത്ത് ആ ടച്ച് വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ തോന്നത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പൊതുവെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കുറച്ച് പ്രൈവറ്റ് ആൾക്കാരാണ്, ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആരും അങ്ങനെ വീഡിയോയിലൊന്നും വരാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് ഞാൻ ആരെയും കാണിക്കാത്തത്. എൻ്റെ കൂടെയുള്ള ഒരുത്തൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ തന്നെ അവൻ
എവിടെയെങ്കിലും നമ്മൾ സ്റ്റുഡിയോയിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഡമ്മിയുടെ പുറകിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ പൂച്ചട്ടിയുടെ പുറകിലൊക്കെ പോയിട്ട് ഒളിഞ്ഞിരിക്കും വീഡിയോയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഐ ഡോണ്ട് നോ വൈ ദിസ് ഗൈസ് ആർ ലൈക്ക് ദിസ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് കല്യാണം കൂടി പായസമൊക്കെ കുടിച്ച് തിരിച്ച് വന്ന് കിടന്നുറങ്ങാം. ഞാൻ പുറത്ത് പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് ഞാനൊരു 6-7 കോട്ടടിക്കും. അത് ഈ പറയുന്ന പോലെ വീട് പണി പോലെ ഞാൻ സമ്മതിച്ചു കൊടുക്കും. കാരണം ഇപ്പം ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാലും ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോൾ അത് പകുതി ഫെയ്ഡായി പോകും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ട്രാവലൊക്കെ ചെയ്ത് പോകണമെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും സംസാരിച്ചിട്ടും ഈ വായ്ത്താളടിച്ചും കാറ്റടിച്ചും പൊടിയടിച്ചും കുറച്ച് നക്കിയും അങ്ങനെ പകുതി ലിപ്സ്റ്റിക്ക് പോകും എവിടെയെങ്കിലുമൊക്കെ. അപ്പം പിന്നെ അവിടെ എത്തുമ്പോൾ മിച്ചം വരുന്നത് വളരെ ചെറിയൊരു ടിൻറ്റ് പോലെയൊക്കെ ആയിരിക്കും. അതെനിക്ക് ഭയങ്കര ഡിപ്രഷൻ വരുത്തുന്നൊരു കാര്യമാണ്. എനിക്ക് ലൈഫിൽ വേറെ എന്ത് സംഭവിച്ചാലും എനിക്ക് ഡിപ്രഷനില്ല. പക്ഷെ എൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ ഒരു ദിവസം ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോഴോ മറന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് വാങ്ങി ആശിച്ചൊരു ലിപ്സ്റ്റിക്ക് വാങ്ങി അതിൻ്റെ ഷെയ്ഡ് എനിക്ക് മാച്ച് ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇട്ടുപോയ ലിപ്സ്റ്റിക്ക് അവിടെ എത്തുമ്പോൾ അയ്യോ നീ ലിപ്സ്റ്റിക്ക് ഇട്ടില്ലേ, ലിപ്സ്റ്റിക്ക് ഇടാൻ മറന്നുപോയോ, ഇതൊക്കെയാണ് എനിക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ മനം നൊന്ത് ഞാൻ വിഷമിച്ച് നീറുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പം ഞാനൊരു 5-6 കോട്ട അങ്ങോട്ട് അടിക്കും. അപ്പോൾ അവിടെ എത്തിയാലും ഒരു 2 കോട്ടെങ്കിലും ബാക്കിയുണ്ടാവും. അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, നമുക്കൊരു 11 മണിക്ക് എന്തുകൊണ്ട് തോന്നുന്നു കല്യാണം രാവിലെ ഗുരുവായൂർ വെച്ച് കഴിഞ്ഞു. എപ്പോൾ എത്തും എന്നെനിക്കറിയില്ല. ഞാൻ എന്തായാലും റെഡി ആയിട്ട് ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നേരമായി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇവിടെ കിടന്ന് ഡയലോഗ് അടിക്കുന്നത്. ഈ അടുത്ത് ഞാൻ ആക്ച്വലി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ വീക്ക് എനിക്ക് വൈറൽ ഫീവർ വിത്ത് ത്രോട്ട് കൺജഷൻ വന്നു. അപ്പോൾ അതിനെക്കൊണ്ട് എനിക്ക് അന്ന് ആ ഒരു വീക്ക് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതെല്ലാം നികത്തുന്നതായിരിക്കും. ഞാൻ ഇനി തൊട്ട് എന്നും ലുക്ക് തന്നെ എന്നും ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കേ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി ആ കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ലോഡ് ആൾക്കാരുണ്ടാവും. ഒരു തെണ്ടി പോലും നമ്മളെ ശ്രദ്ധിക്കത്തുമില്ല. ഈ കെട്ടി ഒരുങ്ങി പോയതൊക്കെ പക്ഷെ നമ്മൾ റെഡി ആവുന്നത് നമുക്ക് വേണ്ടിയാണ്. ബട്ട് സ്റ്റിൽ ഇനി കുറച്ചേരം നിങ്ങൾ എന്നെ കണ്ടോ. നമുക്ക് എങ്ങനെ ഒരു ജെൻസി അല്ല ഞാനൊരു അടുത്ത മാസം കൂടെ ആകുമ്പോഴേക്കും എനിക്ക് 24 വയസ്സ്, ഞാൻ ഒരു തള്ളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് എങ്ങനെ നമുക്ക് ജെൻസി ആയിട്ട് ആൾക്കാരുടെ ആക്ട് ചെയ്യുന്ന വെച്ചാൽ ചുമ്മാ ഈ പൂക്കി റിസ് ക്രിപ്പ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഞാനിപ്പോൾ പ്രായം കുറച്ചെല്ലാവരും പറയുന്നത് എൻ്റെ വയസ്സ് വെച്ചാൽ 20-21 പറയാറ്. ഇറ്റ്സ് ക്വൈറ്റ് കൺവിൻസിങ് ഓൾസോ. ഈ പാവാട അടിച്ചതിന് എവിടെയെങ്കിലും വീഴും. അപ്പോൾ അങ്ങനെ ജെൻസി ആയിട്ട് ഫേക്ക് ചെയ്താണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ബാഡി അങ്ങനെ എന്തൊക്കെയൊക്കെയോ അവർ പറയും, ഈ എസ്തെറ്റിക്. എനിക്ക് എൻ്റെ അർത്ഥമൊന്നും വരെയൊക്കെ അറിയില്ല. ബട്ട് നമ്മളിങ്ങനെ മുടി ഇങ്ങനെ ആക്കുക, സൈഡിലേക്ക് ഇങ്ങനെ നോക്കുക, അവിടെ ആരും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആർക്കെങ്കിലും പോസ്റ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ, വീഡിയോ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചു വെച്ചോ. പിന്നെ കണ്ണടച്ചൊന്ന് തുറക്കുക. പിന്നെ ചുമ്മാ കൈയിൻ്റെ ഈ ഒരു സാധനം, പിന്നെ ഇങ്ങനെ പൗട്ട് ചെയ്ത് ചുണ്ട് വയ്ക്കുക. പിന്നെ ഈ ജോലയും കുറച്ച് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിക്ക് സൈഡിൽ തിരിഞ്ഞ് നിൽക്കുക. ഇത്രയൊക്കെ ചെയ്താൽ നിങ്ങൾ ഏകദേശം ഒരു ജെൻസി ആവും. ഞാനിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ റൂമിലല്ല നമ്മുടെ ഹോസ്റ്റലിലെ വാർഡൻ വന്നിട്ട് ആ ചേച്ചി ചോദിച്ചു, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, എന്ത് പ്രൊഡക്ട്സൊക്കെയാണ് യൂസ് ചെയ്യണേ, നിങ്ങളെന്താ ഫേസിൽ തേക്കുന്നത്, നല്ല ഗ്ലോ ഉണ്ട്, നല്ല സ്മൂത്തായിട്ടിരിക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, നല്ല ഡ്രസ്സ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. എനിക്കങ്ങോട്ട് സന്തോഷം കൊണ്ടിരിക്കുകയും വയ്യ. അപ്പോൾ ഞാൻ തുറക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ കേൾക്കും. അപ്പോൾ ഞാൻ ഒരു സ്വയം പൊക്കെയാണെന്ന് തോന്നും. അതുകൊണ്ട് പറഞ്ഞതാണ്. ഞാനിപ്പോൾ ഇവിടെ റോട്ടിൽ നിൽക്കുകയാണ്, ഊബറും കാത്തിട്ട്. വെയിൽ കൊണ്ട് തളർന്ന് ഞാൻ. ഇനി നമ്മൾ കല്യാണ സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഒരുമാതിരി വൃത്തിയുടെ കോലമായിട്ടുണ്ടാവും. ബട്ട് കുഴപ്പമില്ല, എൻ്റെ കല്യാണമല്ലല്ലോ. വെറുതെ ഓവറായി മേക്കപ്പ് ചെയ്ത് വന്ന് എല്ലാം ഒലിച്ചും പോയി. അയ്യോ എല്ലാവരും ഇവിടെ നോക്കുന്നത്. അപ്പോൾ നിർത്തുകയാണേ.
നമ്മുടെ കല്യാണത്തിൻ്റെ പരിപാടികളൊക്കെ കഴിക്കും. അപ്പോൾ ഇങ്ങനെ പോയി ഞാൻ ശരിക്കും മറ്റേ പ്രോപ്പർ സഞ്ജു ടെക്കിനെയൊക്കെ പോലത്തെ ബ്ലോഗർ ഔട്ടാ. ഇവിടെ പാരില്ല. ഈ നട്ടപ്ര വെയിലത്തിന് ഇങ്ങനെ പോയി ഹോസ്റ്റലിൽ കയറാം. ആകെ വെയ്യണ്ട. ഇന്നലെ രാത്രി ഞാൻ കിടന്നപ്പോൾ 2 മണിയായി. എന്തിനത്ര ലേറ്റ് ആയത് എനിക്ക് പറഞ്ഞൂടാ. പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല തലവേദനയും ഉറക്ക ക്ഷീണവും കണ്ടാറടങ്ങി. അപ്പം ഇനി റിസപ്ഷനൊന്നും പോകാൻ വയ്യ. ഞാനിപ്പോൾ നേരെ പോയി കിടന്നുറങ്ങാം. നല്ല വെയിൽ, മൊത്തം വെയിൽ. നല്ല കാശ്മീരിൽ ജനിച്ചാൽ മതിയായിരുന്നു. അതാണ്, ഈ വെയിലുണ്ടാവില്ല. അപ്പം ഹോസ്റ്റലെത്തി. ഇപ്പം മൊത്തം ഇരുട്ടായിരിക്കും, എനിക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പം നമുക്ക് ലിഫ്റ്റുണ്ട്, പക്ഷെ അതിൻ്റെ വൈബില്ല. പിന്നെ അവിടെ ഞാൻ കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ പോയി വാഷ്റൂമിൽ കയറി ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ പാവാട മൊത്തം അടിയൊക്കെ നനഞ്ഞു. അപ്പോൾ ഇനിയിപ്പം ഇത് വാഷിംഗ് മെഷീനിലോ കല്ലോ എവിടെയെങ്കിലും പോയി ഇതിനെ അലക്കി പണ്ടാറടക്കണം. അതാണ് എൻ്റെ അടുത്ത മെയിൻ പരിപാടി. പിന്നെ പൊതുവെ എനിക്ക് കല്യാണത്തിനൊന്നും പോകുന്നത് വലിയ താല്പര്യമുള്ള ഒരു പരിപാടിയില്ല. ഒന്നാമത് ചടങ്ങാണ്. കുട്ടിയൊരുങ്ങി പോകാൻ വേണം. നല്ല വെയിലും പൊടിയും ദേഷ്യം വരും. പക്ഷെ എൻ്റെ അടുത്ത് ഇങ്ങനെ അമ്മ പറയും, നമ്മൾ ബാക്കിയുള്ളവരുടെ കല്യാണത്തിന് പോയാലേ നമ്മുടെ കല്യാണത്തിന് കാര്യം വരുള്ളൂ. പക്ഷെ എനിക്കിനി കല്യാണം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കല്യാണമൊക്കെ ഒരു ആവശ്യമില്ലാത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. എന്നിട്ട് എല്ലാവരുടെയും കല്യാണത്തിന് പോയിട്ട് അവിടെ നിന്നിട്ട് ഞാനിങ്ങനെ കൊള്ളാല്ലേ കല്യാണം ഇങ്ങനെ പറയുകയും ചെയ്യും. പിന്നെ ഞാൻ ഓഡിറ്റോറിയത്തിൽ നിന്നിട്ട് ഇങ്ങനെ കല്യാണ സമയത്ത് പറഞ്ഞു എനിക്കൊരു കല്യാണം കഴിക്കണമെന്ന്. അപ്പം എൻ്റെ അടുത്ത് എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾ ചോദിച്ചു നിനക്ക് ചെക്കനുണ്ടോ എന്ന്. അങ്ങനെ എന്നെ ഇമോഷണലി തളർത്തി. നമ്മൾ റൂമെത്തി, കീ പോയി എടുക്കാം. ഓക്കെ, മരിക്കാനായി. ഇതെൻ്റെ അവസാന വ്ളോഗായിരിക്കും. ഒരു കല്യാണത്തിന് പോയി വന്ന് എനിക്ക് ക്ഷീണം കാരണം. പക്ഷെ എനിക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്, ഈ പാവാട ഇങ്ങനെയാണോ അതോ ഇതങ്ങനെ തിരിച്ചതിൻ്റെ ബാക്ക് സൈഡ് ഇതാണോ ഫ്രണ്ടിലേക്ക് വരേണ്ടതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനി അടുത്ത പരിപാടി ഡ്രസ്സൊക്കെ ഊരി മാറ്റി കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം എന്നുള്ളതാണ്. അപ്പം അതിപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. ഏകദേശം പോയ പോലത്തെ കോലത്തിലൊക്കെ എനിക്ക് തിരിച്ച് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റേത് ഞാൻ പോകുമ്പോൾ നല്ല അടിപൊളിയായി തിരിച്ചു വരുമ്പോൾ ഒരു മാക്രി കോലത്തിലാണ് വരാറ്. പക്ഷെ ഇങ്ങനത്തെ ധാവണിയൊക്കെ ഇട്ട് പോകുമ്പോഴൊരു മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ നമ്മളെ ഈ പാവാട കിടന്ന് ചവിട്ടിക്കൊണ്ടിരിക്കും. അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നൊരു പരിപാടിയല്ല. കാരണം വെറുതെ പോകുന്നവർ വരെ എൻ്റെ ധാവണിയിലാണ് ചവിട്ടിയിട്ട് പോകുന്നത്. അപ്പം ഞാനിങ്ങനത്തെ വഴി കിടക്കുന്ന ചെണ്ടയോ. അപ്പം ഞാനേ ഇത് ചവിട്ടിയാണ് നടക്കുന്നത്. അതുകൊണ്ട് അടി മൊത്തത്തിൽ ഇതിൻ്റെ ഭയങ്കര നാശമായിട്ടുണ്ട്. ഇപ്പം വരുന്നവരും പോകുന്നവരെല്ലാം ഇതിനൊരു ചവിട്ടും കൊടുത്ത് പോകും. അതിൻ്റെ പുറമെ എന്ത് വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഈ പാവാട തനിയെ പോകും. പിന്നെ കുറേ ഫ്ലോർ ഞാൻ ഇത് വെച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ചേച്ചിമാർക്കൊന്നും വലിയ പണിയൊന്നും കാണില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ഞാൻ മാക്സിമം ചുരുക്കി ട്രിം ചെയ്ത് ഒരു 5-6 മിനിറ്റിൻ്റെ വീഡിയോ ആക്കിയിട്ടായിരിക്കും ഇടുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഞാനൊരു 5 മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ 50 മിനിറ്റ് ചലച്ചിട്ടുള്ള വീഡിയോ ആദ്യം എടുത്തിട്ട് കുറച്ച് ട്രിം ചെയ്തിട്ടായിരിക്കും ഞാൻ അവിടേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരു ശോകം പിടിച്ച വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ ഇൻ്റർവ്യൂസിൻ്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല. എനിക്ക് വരുന്ന കമൻസ് ഒന്നും ഞാൻ മറന്നിട്ടില്ല. ഞാനൊരു വീഡിയോ ഇനി എല്ലാത്തിനെയും പറ്റിയും ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ബൈ. പറയാൻ മറന്നുപോയി, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഗിവ് എ തംസ് അപ്പ്. ഒരു ലൈക്കും ഒരു കമൻറ്റും ഒരു ഷെയറും തന്നാൽ ചേച്ചിക്ക് സന്തോഷമായി.